ഹായ് ഫ്രണ്ട്സ്, നല്ല മഴയാണ് ഫ്രണ്ട്സ്. ലക്ഷദ്വീപിലെ ഇട്ടിവെട്ട് മഴ കണ്ടില്ലേ, എന്താ മഴ. അപ്പോൾ ലക്ഷദ്വീപിലെ മഴയും ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്, ലക്ഷദ്വീപിലെ രണ്ടാമത്തെ ദിവസം. നമ്മളിപ്പോൾ കവരത്തി ഐലൻഡിലാണുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് സ്കൂബ ഡൈവിങ്ങിലേക്കാണ്. നല്ല മഴയാണ്, അതോടൊപ്പം തന്നെ കടലിൻ്റെ അടിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഗേസ്, എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതാണ് സ്കൂബ ഡൈവിങ്ങിന്റെ ട്രെയിനിങ്. അവിടെ വെച്ചിട്ട് നമുക്ക് ചെറിയ ട്രെയിനിങ് തരും. കടലിനെ പറ്റിയൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതിനുള്ള ആക്ഷനും കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിക്കും. അതേപോലെ നമുക്ക് ആക്ഷനും കാര്യങ്ങളും അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, വെള്ളത്തിനടിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ ആക്ഷൻസ് കാണിക്കും. അതൊക്കെയാണ് ഇവിടെ നിന്നുള്ള ട്രെയിനിങ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്, കണ്ടില്ലേ. കടലിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ പോയിട്ട് വരാം. ഓക്കെ, ഇവിടെ നിന്ന് നമ്മളെ കടലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചാണ് സ്കൂബ ഡൈവിങ് കാര്യങ്ങൾ നടക്കുന്നത്. മഴയായതുകൊണ്ട് ക്യാമറ കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നില്ല കേസ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗേസ്, നമ്മുടെ സ്കൂബ ഡൈവിങ് കഴിഞ്ഞ് കരയിലെത്തിയിരിക്കുകയാണ്. എനിക്ക് വാക്കുകളില്ല പറയാൻ. കാരണം വേറെ ഏതോ സ്വർഗത്തിലെത്തിയ പോലത്തെ ഒരു അനുഭവമായിരുന്നു കടലിൻ്റെ അടിയിൽ പോയപ്പോൾ. അത്രയും മനോഹരമായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് സ്കൂബ ഡൈവിങ്. അത് ഉറപ്പായിട്ടും ചെയ്യണം. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. നല്ല മഴക്കാറുണ്ട്, കണ്ടില്ലേ. എനിക്ക് അതുകൊണ്ട് തന്നെ എൻ്റെ ക്യാമറ കടലിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ അവര് നമുക്ക് എടുത്തു തരും കേട്ടോ. അവരെ ക്യാമറയിൽ നമുക്ക് അവര് വീഡിയോ എടുത്തു തരും. അപ്പോൾ അത്രയും മനോഹരമാണ്, രക്ഷയില്ലാത്ത ഒരു അനുഭവമാണ്. അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ കേസ്, നമ്മുടെ ഉച്ച ടൈമായി, പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം, ഫ്രഷ് ആകാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ. ഫുഡ് കഴിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം. ചോറുണ്ട്, കറി, പിന്നെ വെജിറ്റബിൾ, പിന്നെ ചിക്കൻ, എല്ലാ വിഭവങ്ങളും ഉണ്ട് കേട്ടോ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അത്രയും രുചികരമായ, അത്രയും ബ്യൂട്ടിഫുള്ളായ അടിപൊളി ഭക്ഷണമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ ഭക്ഷണം നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കട്ടെ. എന്നിട്ട് ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക്
നല്ല മനോഹരമായ കലാപരിപാടിയായിരുന്നു കേട്ടോ. അവിടെയുള്ള ആൾക്കാരാണ് മണവാട്ടിയായിട്ട് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഒരു മ്യൂസിയത്തിലേക്കാണ്, അക്വേറിയം. പലതരം മത്സ്യങ്ങളും അതുകൂടാതെ തിമിംഗലത്തിന്റെ അസ്ഥിക്കൂടവും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. അങ്ങോട്ടേക്കുള്ള യാത്രയിലാണിത്. അങ്ങനെ നമ്മുടെ മറൈൻ അക്വേറിയത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മറൈൻ അക്വേറിയം ആൻഡ് മ്യൂസിയം കവരത്തി. അപ്പോൾ ഈ കാണുന്നതാണ് അക്വേറിയം മ്യൂസിയം. അപ്പോൾ അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ അക്വേറിയം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മീനുകളൊക്കെ ഉണ്ട് അതില്. കണ്ടിട്ട് ഒരു വീടിന്റെ ഒരു സെറ്റപ്പ്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതാണ് നമ്മുടെ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മറൈൻ അക്വേറിയം ആൻഡ് മ്യൂസിയം ഓപ്പൺ ബൈ CP വെങ്കടേഷ്. ആ പേരും കാര്യങ്ങളൊക്കെയാണ് എഴുതിയിട്ടിരുന്നത്. ഓപ്പൺ ചെയ്ത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അക്വേറിയം. ഇതാണ് അക്വേറിയത്തിന്റെ ഒരു വ്യൂ. പലതരം മത്സ്യങ്ങളും പിന്നെ ശംഖ്, കടലിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവിടെയുണ്ട്. മീനുകളാണ്, പലതരം മീനുകളുടെ ഒരു ശേഖരം. കണ്ടില്ലേ? ഇതൊക്കെ നമ്മുടെ കോറൽസ് ഇല്ലേ, പലതരം കോറൽസ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. കടലിനുള്ളിലുള്ള എല്ലാത്തരം കാര്യങ്ങളും ഇവിടെയുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പലതരം കോറൽസുകളാണ് ഈ കാണുന്നതൊക്കെ. കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്ന മീനുകളാണ് കേട്ടോ. ജീവിതത്തിൽ നമ്മൾ കാണാത്തതും ഇതുവരെ അറിയാത്തതുമായിട്ടുള്ള, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും മീനുകളാണ്. ഇത്രയൊക്കെ മീനുകൾ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കാരണം അത്രയും തരത്തിലുള്ള മീനുകളുണ്ട്. കണ്ടില്ലേ? പല തരം മീനുകൾ കാണാൻ തന്നെ നല്ല അടിപൊളി കേട്ടോ. വെറൈറ്റി മീനുകളാണ്, പലതരം ഷേപ്പിൽ. ഇത് സ്രാവാറ്റാ തോന്നിട്ടോ. പേരൊന്നും എഴുതി വെച്ചിട്ട്, ചിലതൊക്കെ പേരുണ്ട്, ചിലതിനൊക്കെ പേരില്ല. അതിനെക്കൊണ്ട് എന്ത് മീനാന്നാണ് മനസ്സിലാകുന്നില്ല. ഇത് കരിമീനാന്ന് തോന്നുന്നു. ഒക്കെ മീനുകളാട്ടോ. ഇത് കാണുമ്പോൾ പാമ്പാന്നെല്ലാം തോന്നും, പക്ഷെ മീനാണത്. അല്ലേ? എന്തൊക്കെ മീനുകളാല്ലേ! ഇതുവരെ നമ്മൾ കാണാത്ത അത്രയും മീനുകൾ നമ്മളെ കടലിലുണ്ട്. പലതരം മീനുകൾ. മസ്റ്റായിട്ട് വാച്ചാണ്. ഒന്ന് പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ മ്യൂസിയം. കാരണം നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഇത്രത്തോളം മീനുകളൊന്നും ഉണ്ടോന്ന് വരെ നമുക്കറിയില്ല. കാരണം അത്രയും മീനുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഒരു ശേഖരമാണ്. എല്ലാ തരം മീനുകളും, കടലിലെ A to Z മീനുകളും അതിൻ്റെ ഇതിലിവിടെ കാണാൻ പറ്റും. എല്ലാം ഒരു കുപ്പിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കും കേട്ടോ. എന്തോ പദാർത്ഥത്തിൽ ഒരു വെള്ളത്തിൽ നമ്മൾ എന്താ പറയാ, നശിവുമില്ലല്ലോ, ആ രീതിയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് തെരണ്ടിയാണ് തോന്നുന്നു. കണ്ട, തെരണ്ടി, നമ്മുടെ തെരണ്ടി. ഒന്നല്ല, പലതരം മീനുകളാണ്. ചിലതൊക്കെ എന്താണെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കടലിലെ പലതരം കോറൽസുകളാണ്. ഒന്ന് ടച്ച് ചെയ്യാൻ പാടില്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയും മീനുകൾ, എത്ര തരം മീനുകളാണ്! ഒരുപാട് എന്നുവെച്ചാൽ അത്രത്തോളം വെറൈറ്റി മീനുകൾ നമ്മളെ ഈ കടലിലൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. മസ്റ്റ് വാച്ചാണ്. എല്ലാം ഒത്തിരി ഇങ്ങനെ കുപ്പിയിലിട്ട് വെച്ചിരിക്കുക. ജീവനൊന്നും ഇല്ല കേട്ടോ. ഇത് ജെല്ലി ഫിഷ് ആണെന്ന് തോന്നുന്നു. കണ്ടില്ലേ? പഞ്ഞി പോലെ. സ്രാവാണ് കേട്ടോ.
ഇവിടെ കുറച്ചല്ല ഒരുപാട് ശംഖുകൾ കാണാം, പലതരം ശംഖുകൾ. ഇത്രത്തോളം ശംഖുകളൊക്കെ കടലിലുണ്ട് അല്ലേ. ഇനി കോറൽസ് ഇതൊരു സെപ്പറേറ്റ് ഒരു ചില്ലിന്റെ കൂട്ടില് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തരം കടലിലെ വെറൈറ്റി ജീവികളും അതിന് മൊത്തം ശേഖരം ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ കണ്ടത് അതിഭീകരനായ ഒരു സാധനത്തിനായിരുന്നു. കണ്ടില്ലേ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഗേസ് തിമിംഗലത്തിന്റെ അസ്ഥിക്കുടങ്ങൾ, അതിന്റെ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് എന്താലേ വലിപ്പോ! എന്റെ വാരിയല്ലോ നോക്കി, അത്രത്തോളം വലിപ്പുണ്ട് കേട്ടോ. എല്ലൊക്കെ ഓടിച്ച് തൂങ്ങി പോയിട്ടുണ്ട്. അതെല്ലാം കമ്പി വേലി നൂൽക്കമ്പി കൊണ്ട് കെട്ടിയിട്ടിരിക്കുക. അതിന്റെ തലയാണ് ഹൈലൈറ്റ്. കണ്ട, ഇത് എന്താണല്ലേ, മിസൈലോ? കൂർത്ത് കിടക്കുന്ന നോക്കി, വായലും നോക്കി, പല്ലുകൾ. ഓഫ്, ഇതാണ് മോനെ നമ്മുടെ കടലിലെ രാജാവ് തിമിംഗലം, കടലിലെ ഏറ്റവും വലിയ മീൻ. ഓഫ്, രക്ഷയില്ലട്ടാ, അത്രക്കും വലുപ്പമുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫിഷിംഗ് ബോട്ട് കേട്ടോ. കവരത്തിയിലെ ഫസ്റ്റ് ഫിഷിംഗ് ബോട്ടിന്റെ ഒരു ഡിസൈൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1959 ഫസ്റ്റ് ഫിഷിംഗ് ബോട്ട് കവരത്തി. കണ്ടല്ലേ? ഇതാണ് ലക്ഷദ്വീപിലെ ഫസ്റ്റ് ഫിഷിംഗ് ബോട്ട്. 1950 ഫസ്റ്റ് ഫിഷിംഗ് ബോട്ട് കവരത്തിയിൽ ആദ്യമായിട്ട് വന്നത്. അതിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ ഈ കാണുന്നത്. അടിപൊളി ഡിസൈനാണ്. ഇവിടെ വിസിറ്റിംഗ് അവേഴ്സ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മൺഡേ ടു ട്യൂസ്ഡേ മോർണിംഗ് 10 to 1 PM, ആഫ്റ്റർനൂൺ 2:30 PM to 5:30 PM, ഫ്രൈഡേ മോർണിംഗ് 10 AM to 12:30 PM, ആഫ്റ്റർനൂൺ 3 PM to 5:30 PM. ഇതാണ് ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യാനുള്ള ടൈമിങ്. അപ്പോൾ അതൊക്കെ കണ്ടു നമ്മൾ നേരെ തിരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് കവരത്തി ഉള്ളിലുള്ള റോഡുകൾ കാണുന്നുണ്ടോ? നല്ല നാട്ടുംപുറം പോലെ ഇല്ലേ? ഫുള്ള് തെങ്ങും ചെറിയ റോഡും അത്യാവശ്യം വീടുകളും കടകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ലാമിയ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അവിടെ ഒന്ന് കയറി. ലക്ഷദ്വീപിലെ സൂപ്പർ മാർക്കറ്റ് ഒന്ന് കാണണമല്ലോ. ബ്ലൂബെറിന്റെ കുക്കറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മളിപ്പോൾ നമ്മുടെ കപ്പലുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. വൈകിട്ട് 5 മണിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കപ്പലാണ് ഇവിടെ കിടക്കുന്നത്. അങ്ങനെ മനോഹരമായ കാഴ്ചകളായിരുന്നു നമുക്ക് കവരത്തി സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടത് സ്കൂബ ഡൈവിങ് തന്നെയായിരുന്നു. ആ സ്കൂബ ഡൈവിങ് നമ്മൾ എല്ലാ കൂട്ടുകാരും, ലക്ഷദ്വീപിൽ വരുന്ന എല്ലാ കൂട്ടുകാരും ചെയ്യണം. കാരണം പേടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. നീന്തൽ അറിയേണ്ട ആവശ്യം ഉണ്ടോ എന്ന് പലർക്കും സംശയം ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറയുന്നു, നീന്തൽ അറിയേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമുക്കിടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവര് നമ്മൾ കടലിലേക്ക് കൊണ്ടുപോകുന്ന മുമ്പേ കരയിൽ വെച്ച് നമുക്ക് ചെയ്തു തരും. സിഗ്നൽസും കാര്യങ്ങളും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സിഗ്നൽസ് കാണിക്കണം. അതൊക്കെ അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്വസിക്കണം. വായു കൂടിയാണ് ശ്വസിക്കുക, മൂക്ക് കൂടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് നമുക്ക് വായിലൂടെ ശ്വസിക്കാൻ പറ്റും. അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും അവർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, വളരെ ഈസിയാണ്. അതേപോലെ ഭയങ്കര അനുഭവമാണ്, ആരും മിസ് ചെയ്യരുത്. പിന്നെ സ്കൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടി വരുന്ന റേറ്റ് 2950 രൂപയാണ്, ഇൻക്ലൂഡ് GST ആണ്. അപ്പോൾ
ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ. കണ്ടില്ലേ, നമ്മളിപ്പോൾ കവരത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കപ്പല് അവിടുന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ മോർണിംഗ് ഒരു 8-9 മണിക്കേ നമ്മൾ കൊച്ചിയിലെത്തുള്ളൂ. ഒരു 10-16 മണിക്കൂർ നമുക്ക് യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ കവരത്തിയോട് ടാറ്റ ബൈ ബൈ പറയുന്നു. കവരത്തി നമ്മൾ കണ്ണിൽ നിന്നിങ്ങനെ മാഞ്ഞു പോവുകയാണ്. വളരെ വളരെ നല്ല അനുഭവങ്ങളും കാഴ്ചകളായിരുന്നു ലക്ഷദ്വീപ് നമുക്ക് സമ്മാനിച്ചത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വരുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. 1 മുതൽ എപ്പിസോഡായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒരു ടോട്ടൽ 5 എപ്പിസോഡോളം ഉണ്ടാവും. അപ്പോൾ എല്ലാം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഒരുപാട് നല്ല നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാനും മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ അറബിക്കടലിലൂടെയുള്ള യാത്രയാണിത്. കടലിനെ വെള്ളത്തെ കീറി മുറിച്ചുകൊണ്ടാണ് നമ്മുടെ കപ്പല് പോകുന്നത്. പതഞ്ഞു പോകുന്ന വെള്ളം ഭയങ്കര ഹൈലൈറ്റ് ആണ്. ഭയങ്കര രസമാണ് കേട്ടോ ഇത് കാണാൻ. ഭയങ്കര കപ്പൽ യാത്ര ഒരു അനുഭവം തന്നെയാണ്. നമുക്ക് ഫ്ലൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റിന്റെ ഒരു അനുഭവം കിട്ടും. പക്ഷെ കപ്പൽ യാത്ര അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഇതുവരെ എവിടെയും കപ്പൽ യാത്ര ചെയ്യാത്തവർക്ക് ഭയങ്കര അനുഭവമായിരിക്കും. കാരണം നമ്മൾ ഇത്രയും ദൂരമൊന്നും കപ്പൽ യാത്ര ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് വേറെ തന്നെ ഒരു വൈബാണ്. ഭയങ്കര രസമാണ്. അപ്പോൾ ഏകദേശം വൈകുന്നേരം രാത്രി സന്ധ്യ ആവാറായി. നമ്മുടെ സൂര്യ അസ്തമിക്കാനായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ടൈമിലുള്ള ഒരു കാഴ്ച ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കണ്ടില്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അറബിക്കടലിന്റെ നടുവിലാണുള്ളത്, നടുക്കടലിൽ. അപ്പോൾ ഒരു കുളിയൊക്കെ കഴിഞ്ഞു, ഫ്രഷായി നമ്മളിപ്പോൾ കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗെയ്സ്, ഇത് നമ്മളെ അവസാനത്തെ ലക്ഷദ്വീപ് യാത്രയുടെ അവസാന എപ്പിസോഡാണ്. അപ്പോൾ ടോട്ടൽ 5 എപ്പിസോഡോളം ലക്ഷദ്വീപ് യാത്രയെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയും കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ലക്ഷദ്വീപ് വെറും ഒരു യാത്ര മാത്രമല്ല, നമുക്ക് ഒരുപാട് അനുഭവങ്ങളും കാഴ്ചകളും നൽകുന്ന അതിമനോഹരമായ ഒരു യാത്ര കൂടിയാണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും അടുത്തൊരു മനോഹരമായ യാത്രയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ ചാനൽ അഖിൽ എക്സ്പ്ലോറിംഗ് 2.0. Until then, keep traveling, keep exploring. Bye.